ഹലോ ഫ്രണ്ട്സ്, ഫ്യൂച്ചർ ജോബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്ന ഒട്ടനവധി വേക്കൻസികളുമായിട്ടാണ് ഫ്യൂച്ചർ ജോബ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വേക്കൻസിയിലേക്ക് കിടക്കാം. ആദ്യം വന്നിരിക്കുന്ന വേക്കൻസി ഖത്തറിലെ ഒരു പെട്രോൾ പമ്പിലേക്കാണ്. പെട്രോൾ ഫില്ലറുടെ വേക്കൻസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1100 പ്ലസ് 300 സാലറി പറഞ്ഞിരിക്കുന്നത്. ഫ്രീ അക്കോമഡേഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 3 വർഷത്തെ ഹോം കൺട്രി എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോളജും മസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. സ്മാർട്ട് ആൻഡ് കോൺഫിഡൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഏജൻസിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബെഹ്റിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസിയാണ്. GCC എക്സ്പീരിയൻസ് മണിറ്ററായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺട്രാക്ട് പീരീഡ് പറഞ്ഞിരിക്കുന്നത് 3 മാസമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ദുബായിലെ നാഫ്കോ കമ്പനിയിലേക്കാണ്. നിരവധി കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറിയും മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നതും നാഫ്കോ ദുബായിലേക്കാണ്. 4 കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമൊബൈൽ മെക്കാനിക് ടെക്നീഷ്യൻ, ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ, ഓട്ടോമൊബൈൽ പെയിൻറ്റർ, വെൽഡർ, ഫാബ്രിക്കേറ്റർ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമ ITI ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ ദുബായിലെ വേക്കൻസിയിലേക്ക് കിടക്കാം. ദുബായിലെ ഗവൺമെൻറ് കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പെട്രോൾ ഫില്ലറുടെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. SLC പാസ്സായവർക്ക് അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനിയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി, ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 18-നാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഫ്രീ എംപ്ലോയ്മെൻറ്റ് വിസയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഒരു ഏജൻസിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത വന്നിരിക്കുന്ന വേക്കൻസി അബുദാബിയിലേക്കാണ്. 6 കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പർ, സ്റ്റീൽ ഫിക്സർ, ഇലക്ട്രീഷ്യൻ, മാസം, കാർപ്പൻറ്റർ, പ്ലംബർ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് CV അയക്കേണ്ടതാണ്. അക്കോമഡേഷനും അതുപോലെ തന്നെ സാലറിയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഏജൻസിയുമായിട്ട് സംസാരിക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് UAE ട്രെയിലറിലെ വേക്കൻസി ആയിട്ടാണ്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് നന്നായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ശേഷം നിങ്ങൾ ഏതൊരു വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബെഹ്റിനിലേക്കാണ്. ലാർജ് നമ്പർ ഓഫ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻറ്റ് കാറ്റഗറിയിലേക്കാണ്. മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. 3 മുതൽ 5 വർഷത്തെ GCC എക്സ്പീരിയൻസ് ആണ് ഈ വേക്കൻസിയിലേക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി ഖത്തറിലേക്കാണ്. ഓപ്പറേഷൻ മാനേജറുടെ വേക്കൻസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷത്തെ റീറ്റെയിൽ എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ വേക്കൻസിയുമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി കൊറിയയിലേക്കാണ്. ക്വാളിറ്റി കൺട്രോളറുടെ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 വർഷത്തെ ഫയർ പ്രൂഫിംഗ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സാലറി റേഞ്ച് വരുന്നത് 5K പോളണ്ട് സ്ലോട്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. 4 കാറ്റഗറിയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഇൻസ്റ്റലേറ്റർ ഫോർമാൻ, ഇലക്ട്രിക്കൽ ഫോർമാൻ, പ്ലംബിംഗ് ഫോർമാൻ, പൈപ്പിംഗ് ഫോർമാൻ എന്നീ വേക്കൻസിയാണ്. ലാർജ് നമ്പർ ഓഫ് വേക്കൻസി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2400 സൗദി റിയാലും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ്. 2 കാറ്റഗറിയിലേക്കാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. സർവീസ് എഞ്ചിനീയർ അതുപോലെ തന്നെ സർവീസ് ടെക്നീഷ്യൻ്റെ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2500 മുതൽ 3000 വരെയാണ് സാലറി. അതുപോലെ തന്നെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിലേക്കും പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.